പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്കൂളുകൾ നമുക്ക് ഒരുപാട് ജോലികൾ വരുന്നു. അതിനെതിരെയായിട്ട് നമുക്ക് പ്രതികരിക്കണം. എന്തൊക്കെയോ വേളത്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ സമയമായി. ഒന്നും പാറൂസേ, ഈ നിർദ്ദേശങ്ങൾ കേട്ടാണ്ടല്ലോ മിനിസ്റ്റർ അംഗീകരിക്കും ഉറപ്പാ. മുഖത്തിനൊരു തെളിച്ചൊന്നുമില്ലല്ലോ, എന്തു പറ്റി? അളിയൻ എന്നെ എന്റെ കമന്റുകാരൻ ചതിക്കുവാൻ. ഇനി ഇതും കൂടി പാറക്കുട്ടിയുടെ സ്വപ്നമാവാതിരുന്നാൽ മതിയായിരുന്നു. കാരണം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് 2 സ്വപ്നങ്ങളാണ് വന്നത്. അത് അത്രയും എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊരു സ്വപ്നമാക്കിയതിൽ എനിക്ക് വലിയ ഒരു സുഖം തോന്നിയില്ല. കാരണം രണ്ടാമത്തെ പ്രൊമോ ഉണ്ടപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്തൊരു സംഭവമാണ് വന്നത്. അത് കേശുവിൻ്റെ സ്വപ്നമായിട്ടാണ് കാണിച്ചത്. അപ്പം 2 സ്വപ്നങ്ങളോടെ നമ്മളെ ഒരു ഓഡിയൻസിനെ ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷനിലാക്കുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡുകളായിട്ടാണ് 2 തോന്നിയത്. എന്തായാലും ഇപ്പോൾ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. പാർക്കുട്ടി ഇപ്പോൾ സ്കൂൾ പോകുന്ന സ്ഥിതിക്ക് സ്കൂളിൽ പോയിട്ടുള്ള ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഇനി ഇതും കൂടി സ്വപ്നം ആവാതിരുന്നാൽ മതിയിരുന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ 2 എപ്പിസോഡുകളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പുതിയ എപ്പിസോഡ് അത്യാവശ്യം രസകരമായിട്ട് തോന്നി. ലച്ചു ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. പാറക്കുട്ടിയുടെ സ്കൂള് തുടങ്ങുന്ന പ്രമാണിച്ച് ഒരു സംഭവം വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും വന്നിട്ടുണ്ട്. ഒരു സ്വപ്നമാവാതിരുന്നാൽ മതിയായിരുന്നു. കുറച്ച് പരിപാടികൾ വന്നിട്ടുണ്ട്. കേശു ശിവ, സിദ്ധു എന്തോ പാറക്കുട്ടിക്ക് പണി കൊടുക്കുന്ന പിള്ളേരെ വെച്ചിട്ട് പാറക്കുട്ടി എന്തൊക്കെ പ്ലാൻ ചെയ്ത്